ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് PSC നമ്മളിപ്പോൾ എഴുതി LGS ഒക്കെ നോക്കുന്നത്. അത്യാവശ്യം 10th+2 ലെവലാണ്. ഞാൻ നോക്കാൻ ഡീപ്പായിട്ടില്ല, എന്നാലും ഡിഗ്രിക്കാർക്കും അത്യാവശ്യം ബേസിന് നോക്കാൻ പറ്റുന്ന ഒരു ബേസ് നോക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ PSCക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാർക്ക് ബേസ് അല്ലെങ്കിൽ അതിൻ്റെ ഇത് വേണം, ഇതൊക്കെ ഉള്ളവർക്ക് ഈ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കാണാം കേട്ടോ. അപ്പോൾ PSC വീഡിയോയിലേക്ക് എടുക്കാൻ ഞാൻ എൻ്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. ഫിസിക്സ് ശബ്ദത്തെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ ഞാൻ എവിടെ വരെ പറഞ്ഞത്, ഇനി പാർട്ടിൽ നമുക്ക് സ്ഥായി മുതലാണ് പറയാനുള്ളത്. പിച്ച് സ്ഥായി മുതലാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശബ്ദത്തിന് ചെവിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന കൂർമ്മതയുടെ ഷാർപ്നെസ്, അതിന്റെ അളവാണ് സ്ഥായി. അപ്പം ശബ്ദത്തിന് ചെവിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൂർമ്മത. അപ്പം നമുക്ക് ശബ്ദം, ഇപ്പം നമ്മൾ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചുകൾ, ചിലയിടത്ത് പിച്ച് കൂടുതൽ, അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ സ്ഥായി എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ കൂർമ്മത ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി, ശബ്ദത്തിന്റെ ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിച്ച് എന്നത് ശബ്ദത്തിന്റെ ആവർത്തി അനുസരിച്ച് ഉയർന്നും താഴും അനുഭവപ്പെടുന്ന ഗുണമാണ്. ശബ്ദത്തിന്റെ ആവർത്തി സ്ഥായിയുമായി, അതായത് പിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നു. അപ്പൊ പിച്ച് എന്നത് ശബ്ദത്തിന്റെ ആവർത്തി ഫ്രീക്വൻസി അനുസരിച്ച് ഉയർന്നും താഴ്ന്നും അനുഭവപ്പെടുന്ന ഒരു ഗുണമാണ്. ശബ്ദത്തിന് ചെവിയിൽ ഉണ്ടാകുന്ന കൂർമ്മതയാണ് സ്ഥായി അഥവാ പിച്ച്. അപ്പം ആവർത്തിയിൽ ചെറിയ വ്യത്യാസമുള്ള രണ്ട് വസ്തുക്കൾ ഒരേ സമയം കമ്പനം ചെയ്യുമ്പോൾ അവയുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ബീറ്റുകൾ എന്ന് പറയുന്നത്. ആവർത്തിയിൽ ചെറിയ വ്യത്യാസമുള്ള വസ്തുക്കൾ ഒരേ സമയം കമ്പനം ചെയ്യുമ്പോൾ അവയുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ബീറ്റുകൾ എന്ന് പറയുന്നത്. കമ്പനം എന്താണ്? നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു കമ്പനം എന്താണെന്ന്. ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനങ്ങളാണ് അല്ലെ. ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനം ആണ്. അപ്പം ആവർത്തി കൂടിയ ശബ്ദത്തിന് സ്ഥായി കൂടുതലായിരിക്കും, ആവർത്തി കുറഞ്ഞ ശബ്ദത്തിന് സ്ഥായി കുറവായിരിക്കും. അതായത് ഇപ്പം നമുക്കിടെ ഫ്രീക്വൻസി, നമ്മൾ ഭയങ്കര വോളിയത്തിൽ സംസാരിക്കുന്നതിന് സ്ഥായി, അതായത് പിച്ച് കൂടുതലായിരിക്കും. ഭയങ്കര പവറിലല്ലാതെ പയ്യെ സംസാരിക്കുന്നവർക്ക് സ്ഥായി കുറവായിരിക്കും. പൊതുവെ സ്ഥായി കൂടുതലായിട്ടുള്ളത് ബോയ്സിന്റെ അല്ലെങ്കിൽ ആണുങ്ങളുടെ ശബ്ദത്തിനാണ്. നമ്മൾ ഗേൾസിന്റെ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ശബ്ദത്തിന് സ്ഥായി കുറവായിരിക്കും. അപ്പൊ ഇതാണ് ലോ പിച്ച്. ഈ തരംഗമാണ് ടൈം. ഹൈ പിച്ചിന്റെ തരംഗങ്ങൾ കണ്ടോ, ലെങ്ത് ഇങ്ങനെയായിരിക്കും. പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതാണ് കൂർമ്മത കൂടിയ ശബ്ദമായി തോന്നുന്നത്? മീൻസ് ഇച്ചിരി പവർ കൂടുതൽ ബോയ്സിന്റെ സൗണ്ടിനാണെങ്കിലും കൂർമ്മത അല്ലെങ്കിൽ പിച്ച് കൂടുതലുള്ള സൗണ്ട് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആണല്ലേ. സ്ത്രീകളുടെ സൗണ്ടാണ് ശബ്ദമായിട്ട് തോന്നുന്നത്. പ്രായപൂർത്തിയാകുന്നതോടെ പുരുഷന്മാരുടെ സ്വനതന്തുവിന്റെ നീളം വർദ്ധിക്കുന്നു, എന്നാൽ സ്ത്രീകളുടെ സ്വനതന്തുവിന് കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. സ്വനതന്തുവിന് നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ ആവർത്തി കുറയും. ആവർത്തിയും കൂർമ്മതയും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പുരുഷ ശബ്ദത്തിന് പൊതുവെ കൂർമ്മത കുറവായിരിക്കും. മെയിൽ വോക്കൽ കോഡ്സിന്റെ നീളം എന്ന് പറയുന്നത്, വോക്കൽ കോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാവോ? സ്വനതന്തു വോക്കൽ കോഡ്സ് നമ്മുടെ ഈ തൊണ്ടയിൽ കാണുന്ന ഒരു ഇതാണ്. അതിന്റെ നീളം എന്ന് പറയുന്നത് മെയിൽസിന് 17 mm to 25 mm ആയിരിക്കും. ഫീമെയിലിന് വരുമ്പോൾ 12.5 to 70.5 mm ആയിരിക്കും. അപ്പം പെണ്ണുങ്ങളുടെ ഇന്നും അതാത്തായിരിക്കും. മെയിൽസിന്റെ ഇത് കൂടിയും കുറഞ്ഞും ഇരുന്നിരിക്കും അല്ലെ. ഇപ്പൊ ശബ്ദ ജോഡികളിൽ പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദത്തിലും സ്ഥായി കൂടിയത് സ്ത്രീ ശബ്ദത്തിനും സ്ഥായി കുറഞ്ഞത് പുരുഷ ശബ്ദത്തിനുമായിരിക്കും. അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട്, കുയിൽ ശബ്ദവും സിംഹത്തിന്റെ അലറലും സ്ഥായി കൂടിയതും കുറഞ്ഞതും ഏതാന്ന്. അതില് കുയിൽ ശബ്ദമാണ് സ്ഥായി കൂടിയത്. അപ്പോൾ നമ്മൾ കുയിൽ ശബ്ദത്തിലും സിംഹത്തിന്റെ അലറലും കുയിലിനാണ് സ്ഥായി കൂടുതൽ, സിംഹത്തിന് കുറവാണ്. അപ്പൊ സിംഹത്തിന്റെ അലറലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കൂല്ലേ
സിംഹത്തിനാണ് സ്ഥായി കൂടുതലെന്ന് അല്ല, എന്നാൽ കുയിലിനാണ്. ഇതൊക്കെ SCERT-യിലുള്ളതായതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ഥായി ഇങ്ങനെ ചോദിക്കാം, കുയിൽ ശബ്ദത്തിനാണോ സിംഹത്തിന്റെ അലറലിനാണോ സ്ഥായി കൂടുതൽ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം എല്ലാവരും സിംഹത്തിന്റെ അലറൽ ഓർക്കുമ്പോൾ അതിനാണ് ആവർത്തി ഫ്രീക്വൻസി കൂടുതൽ, അപ്പം അന്ന് കരുതി നമ്മൾ കറുപ്പിക്കും. അപ്പോൾ അവിടെ ഏറ്റവും അതിനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പം ഇത് കഴിഞ്ഞ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രാസോണിക് മനുഷ്യന്റെ ശ്രവണ സാധ്യത എന്ന് പറയുന്നത് 20 ഹെർട്സ് ടു 2000 ഹെർട്സ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയുള്ള സൗണ്ടുകളെ നമുക്ക് മനുഷ്യന് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇൻഫ്രാസോണിക് 20 ഹെർട്സിന് താഴെയുള്ളതും 20,000 ഹെർട്സിന് മുകളിലുള്ളത് അൾട്രാസോണിക് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം ഇൻഫ്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്നത് 20 ഹെർട്സിന് താഴെയുള്ളതാണ്. അപ്പോൾ ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് ആണ്. ഇൻഫ്രാസോണിക് സൗണ്ട്സുകളാണ് ഭൂകമ്പ തരംഗങ്ങൾ. അതുകൊണ്ട് നമുക്കത് കേൾക്കാൻ പറ്റില്ല, പക്ഷെ ഭൂകമ്പം ഉണ്ടാവുമ്പോൾ ഭൂമി കുലുങ്ങുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അല്ലേ. അതേപോലെ പ്രാവുകൾ, ആന, തിമിംഗലം, ഇവയെല്ലാം ഇൻഫ്രാസോണിക് 20 ഹെർട്സിന് താഴെയുള്ളതാണ്. അൾട്രാസോണിക് സൗണ്ടുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 ഹെർട്സിന് മുകളിലുള്ളതാണ് അൾട്രാസോണിക്. മനുഷ്യന്റെ ഇതെന്ന് പറയുന്നത് സോണിക് സൗണ്ട് ആണ്. അൾട്രാസോണിക് ശബ്ദം നായ, പൂച്ച, ഡോൾഫിൻ, വവ്വാല്, നിശാശലഭങ്ങളൊക്കെയാണ് അൾട്രാസോണിക് ശലഭങ്ങളുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പം ആന, തിമിംഗലം, ഭൂകമ്പ തരംഗം, അപ്പൊ ഏത് തരം ഇതാന്നൊക്കെ ചോദിക്കാം. ഇപ്പൊ ആനയുടെ സൗണ്ട്സ് ഏത് കാറ്റഗറി അങ്ങനെ ചോദിക്കാം. ഇത് നമ്മുടെ SCERT-യിൽ കൊടുത്തിട്ടുള്ളതാണ്. ശ്രവണ പദ്ധതി റേഞ്ച് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഏകദേശ ആവർത്തി. നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഒരു ഏകദേശം അറിഞ്ഞു വെക്കുക. ബൈഹാർട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും മനുഷ്യന്റെ കറക്റ്റായിട്ട് അറിഞ്ഞു വെക്കുക. 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. അപ്പം നായയുടെ കുറഞ്ഞ ശ്രവണ പരിധി എന്ന് പറയുന്നത് 67, കൂടിയത് 45,000 വരെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ. പൂച്ചയുടെ കുറഞ്ഞത് 45, കൂടിയത് 64,000. പശു വരുമ്പോൾ 23, കുറഞ്ഞതും കൂടിയത് 35,000. കുതിര 55, കൂടിയത് 33,500. എലി 1000 ടു 91,000. വവ്വാലെന്ന് പറയുമ്പോൾ 2,000 ടു 1,23,000. വവ്വാലിന്റെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രവണ പരിധിയുള്ള ആവർത്തിയുള്ള ഇത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? വവ്വാലാണ് അല്ലെ. ആന 16, കൂടിയത് 12,000. സ്വർണ്ണ മത്സ്യത്തിന് 20 ടു 3,000 ഉള്ളൂ. കോഴി 125 ടു 2,000. അപ്പൊ ഏറ്റവും കുറഞ്ഞത് വരുമ്പോ ഏത് വരും? കോഴി വരും അല്ലെ. അപ്പൊ ഇത്രയും ഇതൊന്ന് ഏകദേശം അറിഞ്ഞു വെക്കുക. അപ്പം കൊതുകിന്റെ പാട്ട്, കൊതുക് മൂളുന്നത്, നമുക്ക് കൊതുക് മൂളുന്നത് കേൾക്കാൻ പറ്റൂലേ. അത് എന്തുകൊണ്ടാണെന്നറിയാവോ? കൊതുക് മൂളുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നത് അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ്. കമ്പനം എന്താന്ന് പറയുന്നു? ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ്. അപ്പം കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ്. കൊതുകുകളുടെ ചിറകുകളുടെ ഏകദേശം 500 ഹെർട്സിലും തേനീച്ചകളുടെ ചിറകുകൾ ഏകദേശം 300 ഹെർട്സിലും കമ്പനം ചെയ്യുന്നു. ആ ഹെർട്സിന്റെ ഇത് കേട്ടാൽ തന്നെ നമുക്കറിയാം. അപ്പം നമ്മുടെ കേൾവി എത്രയാ? മനുഷ്യന് അത് കേൾക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ കൊതുകുകളുടെ ചിറകുകൾക്ക് 500 ഹെർട്സിലും തേനീച്ചകളുടെ ചിറകുകൾ ഏകദേശം 300 ഹെർട്സിലുമാണ് കമ്പനം ചെയ്യുന്നത് അല്ലേ. അവയുടെ ചിറകടി ഉണ്ടാക്കുന്ന ശബ്ദമാണ് നമ്മൾ ഒരു മൂളലായിട്ട്, ഇപ്പം കൊതുക് കൊത്താൻ വരുമ്പോഴോ തേനീച്ചയൊക്കെ കൊത്താൻ വരുമ്പോഴോ നമുക്കൊരു മൂളൽ കേൾക്കാം അല്ലേ. ആ മൂളലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അവരുടെ ചിറകുകള് കമ്പനം ചെയ്ത് ശബ്ദമുണ്ടാകുന്നത് മൂലമാണല്ലേ. എന്നാൽ ചീവീടുകൾ ശബ്ദമുണ്ടാക്കുന്നത് അവയുടെ ചിറകിനുള്ളിലെ പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസിയാണ്. ചീവീടിന്റെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സൗണ്ട് അല്ലേ. വൈകുന്നേരം ആയി കഴിയുമ്പോൾ എന്നാ ഒരു സൗണ്ട് അല്ലേ. അതും എന്തുകൊണ്ടാ? ചീവീട് ശബ്ദം ഉണ്ടാക്കുന്നത് അവയുടെ ചിറകുകളിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസി ആണല്ലേ. ഇവയുണ്ടാക്കുന്ന ശബ്ദം വളരെ ഉയർന്ന ആവൃത്തിയിലുള്ളതാണ്. ചീവീടുകളുടെ അഭാവം മൂലമാണ് സൈലന്റ് വാലിയിലെ സ്ഥിരശബ്ദ
താഴ്വര, നിശബ്ദ താഴ്വര അല്ലെങ്കിൽ സൈലന്റ് വാലി എന്ന പേര് വന്നതല്ലേ. നായകളെ പരിശീലിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടർ വിസിലിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിന്റെ ആവൃത്തി ഏകദേശം 30,000 ഹെർട്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വിസിലടിച്ച് കഴിയുമ്പോൾ നായ്കൾക്ക് അതിന്റെ ശ്രവണം ഇത് കിട്ടാന്നല്ലേ. അടുത്തതാണ് സോണാർ. സൗണ്ട് സോണാർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോണാറിന്റെ ഫുൾ ഫോം എന്താന്നുള്ളത്. സോണാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സമുദ്രങ്ങളുടെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം, അന്തർവാഹിനികളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ, ആശയവിനിമയത്തിന്, സമുദ്ര ഗവേഷണത്തിന് എന്നിവ ഉപയോഗിക്കുന്നതാണ് സോണാർ അല്ലെങ്കിൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സമുദ്രത്തിന്റെ ആഴം, മത്സ്യക്കൂട്ടികളുടെ സ്ഥാനം, അന്തർവാഹിനികളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാൻ, ആശയവിനിമയത്തിന്, സമുദ്ര ഗവേഷണത്തിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് സോണാർ എന്ന് പറയുന്നത്. അൾട്രാസോണിക് ശബ്ദ തരംഗം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. എക്കോ ലൊക്കേഷന് പ്രയോജനപ്പെടുത്തുന്നു. എക്കോ ലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്നറിയാവോ? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം സോണാർ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങളുടെ ആഴം, മത്സ്യക്കൂട്ടുകളുടെ സ്ഥാനം, അന്തർവാഹിനികളുടെ സ്ഥാനം നിർണ്ണയിക്കൽ, ആശയവിനിമയത്തിന്, സമുദ്ര ഗവേഷണത്തിന് എന്നിവ ഉപയോഗിക്കുന്നതാണ് സോണാർ. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. അൾട്രാസോണിക് ശബ്ദതരംഗം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അൾട്രാസോണിക് ശബ്ദതരംഗം എന്താണ്? 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ടുകളെ തിരിച്ചറിയുന്നതാണ് അല്ലെ. എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്നു. എക്കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ്. സോണാറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സോണാർ സംവിധാനം ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങൾ അൾട്രാസൗണ്ട് പുറപ്പെടുവിക്കുന്നു. ശബ്ദ തരംഗങ്ങൾ വെള്ളത്തിനടിയിലേക്ക് അയക്കുന്നു. ഈ ശബ്ദ തരംഗങ്ങൾ വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളിലോ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളിലോ തട്ടി പ്രതിധ്വനിക്കുന്നു. എക്കോ. ഈ പ്രതിധ്വനി സോണാർ തിരിച്ചെടുക്കുന്നു. ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിച്ചതിനും പ്രതിധ്വനി തിരിച്ചെത്തിയതിനും ഇടയിലുള്ള സമയം അളക്കുന്നു. തിരിച്ചെത്തിയ ശബ്ദതരംഗങ്ങളുടെ സമയം ഉപയോഗിച്ച് വസ്തുക്കളുടെ ദൂരം മനസ്സിലാക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സോണാർ സംവിധാനം ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദതരംഗങ്ങളാണ്, അതായത് 20,000 ഹാർട്സിന് മുകളിലുള്ള സൗണ്ടുകളാണ് പുറപ്പെടുവിക്കുന്നത്. ശബ്ദതരംഗങ്ങൾ വെള്ളത്തിനടിയിലേക്ക്, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നു, ഈ ശബ്ദതരംഗങ്ങൾ വെള്ളത്തിനടിയിലുള്ള ഒരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെന്ന് തട്ടുന്നു. അപ്പൊ ഈ പ്രതിധ്വനി സോണാർ തിരിച്ചെടുക്കുന്നു. അപ്പൊ ആ ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിച്ച പ്രതിധ്വനി തിരിച്ചെത്തിയതും ഇടയിലുള്ള സമയം അവർ കാൽക്കുലേറ്റ് ചെയ്യും. തിരിച്ചെത്തിയ ശബ്ദതരംഗങ്ങളുടെ സമയം ഉപയോഗിച്ചാണ് വസ്തുക്കളുടെ ദൂരം മനസ്സിലാക്കുന്നത്. ഈ പ്രോസസ്സൊക്കെ പെട്ടെന്ന് നടക്കും. നമ്മൾ പറയുമ്പോൾ ഒരുപാട് തോന്നുമെങ്കിലും ഇങ്ങനെ തട്ടി പ്രവർത്തിച്ച്, അപ്പൊ അങ്ങനെ നമ്മൾ വസ്തുക്കളുടെ, അങ്ങനെയാണ് ഈ താഴത്തേക്ക് പോകുന്ന ആൾക്കാർ, അതായത് കടലിനടിയിൽ പോയി ഒക്കെ ഇത് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഒരു പരിധി കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അളക്കാൻ പറ്റില്ല. നമുക്ക് പോകാൻ പറ്റുന്ന അളവ് വരെ എല്ലാ മനുഷ്യരും പോകാറുള്ളൂ. എക്കോ ലൊക്കേഷൻ എന്താന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ അല്ലെങ്കിൽ വായുവിലും ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോലേഷൻ അല്ലെങ്കിൽ ബയോസോണാർ എന്ന് പറയുന്നത്. അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് വായുവിലും വെള്ളത്തിനടിയിലും നിരവധി ജീവികൾ ഇരപിടിക്കുകയും സുഗമമായി സഞ്ചരിക്കുകയും ചെയ്യുന്ന ഈ ജൈവശാസ്ത്രപരമായ പ്രക്രിയയാണ് എക്കോലക്ഷൻ. അതിന് എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ എക്കോലേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവികൾക്ക് ഉദാഹരണമാണ് വവ്വാല്, ഡോൾഫിൻ എന്നിവയൊക്കെ. കണ്ടോ, ഇരയുടെ സാന്നിധ്യം അറിയുന്നതിനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും വവ്വാൽ, ഡോൾഫിൻ മുതലായ ജീവികൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദ തരംഗമാണ് അൾട്രാസോണിക്. അതായത് ഇരയുടെ സാന്നിധ്യം അറിയുന്നതിനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും വവ്വാൽ, ഡോൾഫിൻ മുതലായ ജീവികൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. അപ്പൊ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ, അതാണ് ഇനി അടുത്ത് നോക്കുന്നത്. ഇത് SCRT ആണ്.
അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത് രോഗം നിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ട് സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് സംഭവങ്ങളാണ്. അത് വയറിന്റെ എന്തെങ്കിലും സ്കാനിങ്, വയറിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ അങ്ങനെയുള്ള വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഫിസിയോതെറാപ്പി, പിന്നെ വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രതിബിംബം രൂപപ്പെടുത്താൻ എല്ലാം ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ് അല്ലേ. അതായത് വൈദ്യശാസ്ത്ര രംഗത്ത് രോഗം നിർണയിക്കാനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഫിസിയോതെറാപ്പിയിൽ വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രതിബിംബം രൂപപ്പെടുത്താൻ ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ സാന്ദ്രതാ വ്യതിയാനങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു. അപ്പൊ ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ സാന്ദ്രതാ വ്യതിയാനത്തിൽ തട്ടി പ്രതിഫലിക്കുന്നു. ഈ തരംഗങ്ങളെ വൈദ്യുതി സിഗ്നലുകളാക്കി മാറ്റി അവയവത്തിൽ ചിത്രം രൂപപ്പെടുത്തുന്നു. ഈ സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രഫി. ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടു 1.25. താഴെ കൊടുത്തിരിക്കുന്ന അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട് ഉള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകൾ, നിശ്ചിത ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നത് ഉപയോഗിക്കുന്നതിന് ഇത് കൊടുത്തേക്കുന്നുണ്ട് ചിത്രം 1.2. അതാണ് യൂസ് ചെയ്യുന്നത്. PCB അൾട്രാസോണിക് ക്ലീനിങ് ആണ് അതിന് ഉപയോഗിക്കുന്നത് അല്ലെ. PCB അഥവാ PCB അൾട്രാസോണിക് ക്ലീനിങ് ആണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അടുത്തത് ശബ്ദത്തിന്റെ തീവ്രത, ഉച്ചത, ലൗഡ്നെസ്. ശബ്ദത്തിന്റെ തീവ്രത, ഉച്ചത, അതാണ് ലൗഡ്നെസ്. അപ്പം ശബ്ദം ഒരാളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന കേൾവി അനുഭവങ്ങളുടെ അളവ്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ് അല്ലെങ്കിൽ ശബ്ദത്തിന്റെ തീവ്രത എന്ന് പറയുന്നത്. ഉച്ചതയെ ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയുമാണ്. അപ്പോൾ ശബ്ദം ഒരാളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന കേൾവി ഈ അനുഭവത്തിന്റെ അളവാണ് ഉച്ചത എന്ന് പറയുന്നത്. ഉച്ചതയെ ആശ്രയിക്കുന്ന ഘടകം കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയും ആണ്. ശബ്ദ തീവ്രത അല്ലെങ്കിൽ ഉച്ചത യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബൽ ആണ്. ശബ്ദത്തിന്റെ തന്നെ ഉച്ചതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബൽ ആണ്. ഉച്ചത അളക്കുന്ന ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ബഹുമാനാർത്ഥമാണ് ഉച്ചതയുടെ യൂണിറ്റിന് ബെൽ എന്ന പേര് നൽകിയത്. ബെൽ എന്ന യൂണിറ്റിന്റെ ചെറിയ അളവാണ് ഡെസിബൽ. അപ്പൊ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ബഹുമാനാർത്ഥമാണ് ഉച്ചതയുടെ യൂണിറ്റിന് ബെല്ല് എന്ന പേര് നൽകിയത്. ബെൽ എന്ന യൂണിറ്റിന്റെ ചെറിയ അളവാണ് ഡെസിബൽ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഉച്ചത്തെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് കമ്പന ആയതിയും ചെവിയുടെ ഗ്രാഹ്യതയുമാണ്. അപ്പം ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഒരു ഡെസിബൽ ഏകദേശം ഉച്ചത ശബ്ദങ്ങൾ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെവി വേദനയൊക്കെ എടുക്കൂലേ. അപ്പൊ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം 120 കൂടുതൽ ഡെസിബൽ ഉള്ള സൗണ്ടുകൾ ഉള്ളതിനാണ് നമുക്ക് ചെവി വേദന എടുക്കുന്നത്. ജെറ്റ് എഞ്ചിൻ 100 മീറ്റർ അകലെ 110 മീറ്റർ തൊട്ട് 140 മീറ്റർ വരെ അകലെയായിരിക്കും. അല്ലെങ്കിൽ അതും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. വാഹനത്തിരക്കേറിയ റോഡിലെ ഡെസിബലിന്റെ അളവെന്ന് പറയുന്നത് 80 to 90 ആയിരിക്കും. കാറിന്റെ ഡെസിബൽ ഏകദേശം ഉച്ചത 60 തൊട്ട് 80 വരെ ആയിരിക്കും. സാധാരണ സംഭാഷണം, നമ്മൾ സാധാരണമായി സംസാരിക്കുന്നതിന്റെ 40 തൊട്ട് 60 വരെയായിരിക്കും. ഇലകളുടെ മർമ്മരം, ഇലകള് കാറ്റ് വരുമ്പോൾ ആടുമ്പോൾ ഉണ്ടാകുന്നത് ഇതിന്റെ ഏകദേശ ഡെസിബൽ ഉച്ചത എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പൊ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം 120 കൂടുതലാവുമ്പോഴാണ്
അപ്പം ജെറ്റ് എഞ്ചിൻ 100 മീറ്റർ അകലെ ആണെങ്കിൽ 110 തൊട്ട് 140 വരെയാണ്. അത് ചിലപ്പോൾ നമുക്ക് ഡെസിബിൾ, ചിലപ്പോൾ സൗണ്ട് നമുക്ക് ചെവിക്ക് വേദന ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടല്ലേ, അത് കാരണം 120 കൂടുതലാണ്. വാഹനത്തിരക്കേറിയ റോഡിൽ ഇത് 80 to 90, കാറ് 60-80, സാധാരണ സംഭാഷണം 40-80, ഇലകളുടെ മർമ്മരം 10. അപ്പം നമുക്ക് ശ്വസനത്തിനൊക്കെ കേൾക്കുന്ന അത് ചോദിക്കാം, ശ്വസനത്തിനുള്ള നിങ്ങളുടെ ഡെസിബൽ ഇത് എത്രയായിരിക്കും എന്ന് ചോദിക്കാം. അപ്പം ശ്വസനത്തിനുള്ളത് 10 ഡെസിബിളില്. കഷ്ടിച്ച് കേൾക്കാവുന്ന ശബ്ദം എന്ന് പറയുന്നത് 0 to 10 ഡെസിബിളാണ്. പകൽ അനുവദനീയമായ ശബ്ദം 60 ഡെസിബിള്, രാത്രി സ്കൂള് ആശുപത്രിയില് 30 ഡെസിബിള്, സാധാരണ സംഭാഷണം 40 to 65 ഡെസിബിള്, ടെലിഫോൺ ബെല്ല് 75 ഡെസിബിള്, ശബ്ദ മലിനീകരണം 90 ഡെസിബിള്, കേൾവി തകരാറുള്ളവർക്ക് 120 to 125 ഡെസിബിള്, ഇടിമുഴക്കം 110 ഡെസിബിള്, വിമാനം അല്ലെങ്കിൽ റോക്കറ്റുകൾ പോലെ 170 ഡെസിബിൾ. ഇതാണ് ഡെസിബിൾ അളവ്. അപ്പം ഡെസിബിൾ എന്ത് പറഞ്ഞു? ഡെസിബിൾ എന്താണ്? ശബ്ദ തീവ്രത അല്ലെങ്കിൽ ഉച്ചതയുടെ യൂണിറ്റ് ആണ് ഡെസിബിള്. അപ്പൊ വലിയ യൂണിറ്റ് എന്താണ്? ഇതിന്റെ ബഹുമാനം, ഉച്ചതയുടെ വലിയ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ബെല്ലെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ശ്വസനത്തിലും കഷ്ടിച്ച് കേൾക്കാവുന്ന അങ്ങനെ എല്ലായിടത്തും കേൾക്കുന്ന ശബ്ദ തീവ്രത അല്ലെങ്കിൽ ശ്വസനത്തിലെ ശബ്ദ തീവ്രത ഒക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഡെസിബിളില്. അത് മറന്നു പോകരുത് കേട്ടോ. അടുത്തതാണ് ശബ്ദ വേഗത അല്ലെങ്കിൽ സ്പീഡ്. പഴയ SCRTയിൽ നമ്മുടെ ശബ്ദത്തിന്റെ വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഇപ്പൊ ന്യൂ SCRT ബേസ് ചെയ്തിട്ട് അത് വന്നിരിക്കുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇതിൻ്റെ അത് ഞാൻ ആഡ് ചെയ്തേക്കുന്ന നോട്ടും 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എങ്കിലും നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ തന്നിട്ട് 340 മീറ്റർ പെർ സെക്കൻഡ് ഇല്ല, 350 മീറ്റർ പെർ സെക്കൻഡ് ഉള്ളെങ്കിൽ മാർക്ക് ചെയ്യുക. 2 വാല്യൂം കൂടി വന്നിട്ടുണ്ടെങ്കിൽ 340 മീറ്റർ പെർ സെക്കൻഡ് ആഡ് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തോളൂ. അപ്പം ശബ്ദ വേഗത അല്ലെങ്കിൽ സ്പീഡ് കൂടുതലുള്ളത് ഖരത്തില് അല്ലെങ്കിൽ ലോഹ വസ്തുക്കളിലായിരിക്കും. ഏറ്റവും കുറവ് വാതകം അല്ലെങ്കിൽ വായു ആയിരിക്കും. അപ്പൊ ഖരം, ദ്രാവകം, വാതകം. ഇപ്പൊ ഏറ്റവും കുറവ് വാതകത്തിലാണ്, ഏറ്റവും കൂടുതൽ ഖരത്തിലും ഏറ്റവും കുറവ് വായുവിലും. ശബ്ദത്തിന് വേഗതയില്ലാത്തത് ഇത് ശൂന്യതയിലാണ്, അവിടെ 0ആണ്. ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം അന്തരീക്ഷ താപനിലയിൽ വായുവിലെ ശബ്ദവേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എങ്കിലും ന്യൂ SCRTയിൽ അത് 350 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിടക്കുന്നത്. അപ്പം മാധ്യമങ്ങളുടെ താപനില വർദ്ധിക്കുമ്പോൾ ശബ്ദവേഗത കൂടും. വായുവില് 0 ഡിഗ്രി സെൽഷ്യസിൽ 331 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. മാധ്യമങ്ങളുടെ താപനില വർദ്ധിക്കുമ്പോൾ ശബ്ദവേഗം, അപ്പൊ വായുവില് 0 ഡിഗ്രിയിലുള്ള താപനിലയുള്ളത് 331 മീറ്റർ പെർ സെക്കൻഡും വായുവില് 20 തൊട്ട് 25 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ളത് 340 തൊട്ട് 343 മീറ്റർ പെർ സെക്കൻഡും വായുവില് 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് 340 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അതിന്റെ വേഗത എന്ന് പറയുന്നത്. അപ്പം അന്തരീക്ഷ താപനിലയിൽ വായുവിന്റെ ശബ്ദവേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും മാധ്യമങ്ങളുടെ താപനില വർദ്ധിക്കുമ്പോൾ ശബ്ദവേഗത കൂടും. 0 ഡിഗ്രിയിൽ കൂടുക കുറയുകയും ചെയ്യും. 0 ഡിഗ്രിയിൽ 331 മീറ്റർ പെർ സെക്കൻഡും 20 തൊട്ട് 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് 340 ടു 343 ഡിഗ്രി സെൽഷ്യസും 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ളത് 340 മീറ്റർ പെർ സെക്കൻഡും ആയിരിക്കും. അപ്പം ഇത് SCRTയിൽ കൊടുത്തിരിക്കുന്നതാണ്. പദാർത്ഥത്തിന്റെ അവസ്ഥ ഖരം, അതിന്റെ മാധ്യമം അലുമിനിയവും സ്റ്റീലും ആണെങ്കിൽ അതിന്റെ ശബ്ദ വേഗത 25 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ ശബ്ദ വേഗത എന്ന് പറയുന്നത് 6423 മീറ്റർ പെർ സെക്കൻഡും 5944 മീറ്റർ പെർ സെക്കൻഡും ആയിരിക്കും. ദ്രാവകത്തില് പദാർത്ഥത്തിന്റെ അവസ്ഥ ദ്രാവകത്തില് മാധ്യമം കടൽ ജലവും ശുദ്ധജലവും ആകുമ്പോൾ അതിന്റെ ശബ്ദവേഗത എന്ന് പറയുന്നത് 1525 1485 ശുദ്ധജലത്തില്. വാതകത്തില് മാധ്യമം ഹീലിയം ആകുമ്പോൾ ശബ്ദവേഗം 968 മീറ്റർ പെർ സെക്കൻഡും വാതകം വായുവാകുമ്പോൾ 347
മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പൊ ഖരം ആണ് അല്ലെങ്കിൽ മാധ്യമം അലുമിനിയം ആകുമ്പോൾ അതിന്റെ ശബ്ദ വേഗത 6423 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഖരം, ദ്രാവകം, വാതകം അങ്ങനെ ആയി നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ശബ്ദവേഗതയുള്ളത് ഖരത്തിനും കുറവ് വാതകത്തിനും ആണെന്ന് പറഞ്ഞു. അപ്പം മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് ഏറ്റക്കുറച്ചിലുകൾ വരും എന്നാണ് ഈ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്രയാണ് രണ്ടാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ പാർട്ട്. ഇനി ഒരൊറ്റ പാർട്ടും കൂടി ഉണ്ട്. ആ പാർട്ടോട് കൂടി ശബ്ദം തീരും. ഇത്രയും കൂടുതൽ ഫിസിക്സില് ഈ ശബ്ദത്തിന് മാത്രമേ ഇത്ര ഉള്ളെന്നാണ് എഴുതുന്നത്. ബാക്കി ക്ലാസ് എടുത്ത് വരുമ്പോ അറിയാം. പിന്നെ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലെ. പ്രിലിംസിനൊക്കെ ഇനി ദിവസം കളയാനില്ല. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നല്ലതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിൽ അതും പറഞ്ഞു. അപ്പോൾ താങ്ക് യു ഓൾ.